നമസ്തേ ജനം സ്പെഷ്യൽ ഡിബേറ്റിലേക്ക് സ്വാഗതം. ഇനി രണ്ടാം ബാർക്കോഴ വിവാദകാലം. മദ്യവർജന നയവുമായി അധികാരത്തിലെത്തിയ പിണറായി സർക്കാരിനെതിരെ പുറത്തു വരുന്നത് ഗുരുതര ആരോപണമാണ്. പുതുതായി ആരംഭിച്ച ബാറുകളുടെ കണക്കെടുപ്പ് ഒരു വശത്ത്. ഇനി കഴിഞ്ഞ ദിവസം ഡ്രൈ ഡേ മാറ്റണമെന്ന നിർദ്ദേശം ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലുണ്ടായി. ആ വാർത്തയ്ക്ക് തൊട്ടു പിന്നാലെ ബാർ ഉടമകളുടെ അസോസിയേഷൻ നേതാവിൻ്റെ ശബ്ദ സന്ദേശം കൂടി പുറത്തു വരുന്നു. ഇതാണോ കേരള മോഡൽ, അതോ ഇത് ഡൽഹി മോഡലോ? ഇടുക്കി ജില്ലാ മെമ്പേഴ്സിൻ്റെ ശ്രദ്ധയ്ക്ക് ഞാൻ FKH ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോൻ ജയകൃഷ്ണൻ അയ്യപ്പൻ നായർ. ഞാനിപ്പോൾ ഒരു വോയിസ് മെസ്സേജ് ഇടുന്നത് നമ്മുടെ എറണാകുളത്ത് എർണൈസൻസ് ഹോട്ടലിൽ നിന്നാണ്. ഇവിടെ നമ്മുടെ FKHയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മീറ്റിംഗ് നടക്കുകയാണ്. അതിനകത്ത് പ്രസിഡന്റ് വളരെ കൃത്യമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞു. അതായത് പുതിയ പോളിസി ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ വരുന്നതാണ്. അതിനകത്ത് നമ്മളിപ്പോൾ 1-ാം തീയതി ഡ്രൈ ഡേ എടുത്തു കളയും. ബാക്കി സമയത്തിൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് കഴിഞ്ഞ ജനറൽ ബോഡി മീറ്റിങ്ങിന് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം. അതിന് ആരും ഇതുവരെ ഇടുക്കി ജില്ലയിൽ നിന്ന് ഇത്രയും ഹോട്ടൽസ് ഉള്ളതിൽ ഒരു ഹോട്ടൽ, അതായത് സ്പൈസ് ഗ്രൂ ഹോട്ടൽസ് അണക്കര 2.5 ലക്ഷം രൂപയിലാണ്ട് ഒരു ഹോട്ടലും തന്നിട്ടില്ല എന്നുള്ള വിവരം എല്ലാവരും അറിയിക്കുകയാണ്. ഈ വിഷയമാണ് ഇന്ന് ജനം സ്പെഷ്യൽ ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കാൻ ചേരുന്നത് BJP നേതാവ് ശ്രീ PR ശിവശങ്കർ, കോൺഗ്രസിൽ നിന്നും അഡ്വക്കേറ്റ് സേനാപതി വേണു, അതോടൊപ്പം LDFിൽ നിന്ന് അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ എന്നിവരാണ്. ആദ്യം അഡ്വക്കേറ്റ് സേനാപതി വേണുവിലേക്ക്. ശ്രീ സേനാപതി വേണു, ഈ നിങ്ങളുടെ സർക്കാർ, ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കേരളത്തിൽ ഉണ്ടായിരുന്ന 29 പഞ്ചനക്ഷത്ര ബാറുകളായിരുന്നു. അതിനുശേഷം 1-ാം പിണറായി സർക്കാർ വന്നത് തന്നെ മദ്യവർജനം എന്ന മുദ്രാവാക്യത്തോടു കൂടിയാണ്, ഉറപ്പോടു കൂടിയാണ്. അതിനുശേഷമുള്ള ബാറുകളുടെ കണക്കെടുപ്പ് പോലും എണ്ണിത്തീരുന്നില്ല. അതിനിടയിലാണ് ഈ മദ്യനയത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്, മറ്റൊരു ബാർക്കോഴ വിവാദം കൂടി കത്തുന്നത്. എനിക്കൊരു 2-3 മിനിറ്റ് സമയം തരണം കേട്ടോ, പെട്ടെന്ന് ചോദിക്കരുത്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങളുടെ വിഷ്വലില് ഈ 2016 ഇടതുപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഒരു പരസ്യമുണ്ടല്ലോ, KPSC ലളിതയും ഇന്നസെന്റും അഭിനയിക്കുന്ന ഒരു പരസ്യം. രണ്ടുപേരും മരിച്ചുപോയി. അപ്പൊ നിങ്ങളുടെ വിഷ്വൽ ശേഖരത്തിൽ ആ പരസ്യം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഒന്ന് പ്രേക്ഷകരെ ഒന്ന് കാണിക്കണം. കാരണം അവരുടെ ആഹ്വാനം ഉണ്ടല്ലോ, ഇടതുപക്ഷം വന്നാൽ ഘട്ടം ഘട്ടമായി മദ്യവർജനം നടപ്പിലാക്കും, അതുകൊണ്ട് നുണ പറയുന്നവരെ തിരിച്ചറിയണം എന്ന് പറഞ്ഞ് LDF വരും, എല്ലാം ശരിയാകും എന്ന് പറയുന്ന KPSC ലളിതയുടെയും ഇന്നസെന്റിന്റെയും ആ 2016 തെരഞ്ഞെടുപ്പ് പരസ്യത്തിന്റെ വിഷ്വൽ ഉണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇടയ്ക്കൊന്ന് കാണിക്കണം എന്ന് ഞാൻ ആദ്യം തന്നെ പറയുകയാണ്. ഇവിടെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഇറങ്ങിപ്പോകുമ്പോൾ 29 ബാറുകൾ മാത്രം, 712 എണ്ണം ഉണ്ടായിരുന്നതിൽ 2 ഘട്ടമായി. ആദ്യം 480 കൂട്ടാനായിട്ട് തീരുമാനിച്ചു. അതിനുശേഷം ബാക്കി കൂടിയായി 29 ബാറുകൾ ഒഴിച്ച് ബാക്കി മുഴുവൻ ബാറുകളും പൂട്ടിയതിനു ശേഷമാണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്നത്. ആ ഗവൺമെന്റിനെ പുറത്തുപോയി യഥാർത്ഥത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെ 2016 കൊണ്ടുവന്നത് ആര് എന്ന് ചോദിച്ചാൽ കേരളത്തിലെ മദ്യലോബിയാണ്. ഇത്തരുണത്തിൽ നമ്മൾ ഓർക്കേണ്ടത് യശശരീരനായ മാണി സാറുമായി ബന്ധപ്പെട്ട ബാർക്കോഴയാണ്. ഒരു വൈകുന്നേരത്തെ ഇതുപോലെ ഒരു ചാനൽ സംവാദത്തിലാണ് ഒരു സ്വകാര്യ ചാനലിൽ ബിജു രമേശ് ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത്. ഞങ്ങൾ ഇങ്ങനെ പുതിയ ബാറിന്റെ ലൈസൻസ് ലഭിക്കുന്നതിന് വേണ്ടി ഇന്നയാൾക്ക് കോഴ കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം നടത്തിയ ഒരു വെളിപ്പെടുത്തൽ. ആ വെളിപ്പെടുത്തലിൽ നിന്നാണ് പിന്നെ കേരളം ഇന്നോളം കണ്ടിട്ടില്ലാത്ത സമര പ്രക്ഷോഭങ്ങളും, നിയമസഭയ്ക്കകത്ത് 13-ാം ബജറ്റ് അവതരിപ്പിക്കാൻ വന്ന മാണി സാറിനെ ബജറ്റ് അവതരിപ്പിക്കാൻ തടഞ്ഞുകൊണ്ട് നിയമസഭയ്ക്കകത്ത് ഇവർ കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകളും കമ്പ്യൂട്ടറും സ്പീക്കറുടെ കസേരയും തല്ലി തകർക്കുന്നതും 2 ലക്ഷം രൂപയുടെ പൊതുമുതൽ നശിപ്പിക്കുന്നതിനും ശിവൻകുട്ടി ഉൾപ്പെടെ സദാശിവൻ ഉൾപ്പെടെ 6 MLA-മാരുടെ പേരിൽ ഇപ്പോഴും കേസ് നിൽക്കുന്നതുമെല്ലാം ഈ ബാർക്കോഴയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇവിടെ കൗതുകകരമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന സംഭവം എന്തെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ അന്ന് ബാറുകളെല്ലാം നിരോധിച്ചു, 29 ബാർ മാത്രം അവശേഷിച്ചിട്ട് പോയി. ഇപ്പോൾ വന്ന് കേരളത്തിലെ ബാറുകളുടെ എണ്ണം എത്രയെന്ന് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഏതായാലും 1000-ൽ അധികം ബാറുകൾ ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങളുടെ ഇടുക്കിയിൽ നിന്നുള്ള കുമളിയിലെ ഒരു ബാർ, കുമളി ഗേറ്റ് എന്ന പറ്റിയാണ് അതിന്റെ പേര്, അതിന്റെ ഉടമയാണോ എന്ന് എനിക്കറിയില്ല, അതിന് പാർട്ണർഷിപ്പ് ഉള്ള ആളാണ് ഇപ്പോ ഈ ബാർ ഉടമകളുടെ അസോസിയേഷന്റെ പ്രസിഡന്റായി ഇപ്പൊ ഫോൺ ചെയ്തത്. അദ്ദേഹം എന്താണ് പറയുന്നത്?
എല്ലാ ബാർ ഉടമകളും 2.5 ലക്ഷം 2.5 ലക്ഷം രൂപ വീതം നമ്മൾ തരണം, നമ്മൾ ആ തുക കൊടുക്കണം. എന്തിനു വേണ്ടിയാണ് ആ തുക കൊടുക്കുന്നത്? ആ തുക കൊടുക്കുന്നത് ഒന്ന് ഡ്രൈ ഡേ മാറ്റുന്നതിന്, ഇനി ചിലപ്പോൾ ബാറിന്റെ സമയം അല്പം എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 1000-ഓളം ബാറുകൾ 2.5 ലക്ഷം രൂപ വെച്ച് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇനി 1, 2, 8, 10 കണക്കുകൾ എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കോട്ടെ, ഏതാണ്ട് 20 കോടിക്കും 25 കോടിക്കും ഇടയിലുള്ള തുകയാണ് ഇവർ കളക്ട് ചെയ്യുന്നത്. ഇവർ ഈ തുക ആർക്കാ കൊടുക്കുന്നത്? സ്വാഭാവികമായും ഇന്ന് ഇടുക്കിയിൽ ഇടതുപക്ഷത്തിന്റെ മുൻ ജില്ലാ കൺവീനർ ശ്രീ കെ ശിവരാമൻ ഉന്നയിച്ചതുപോലെ ഇത് ആരെയൊക്കെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയാണല്ലോ ഇവർ കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇവർ കൊടുക്കണമെങ്കിൽ ഈ മദ്യനയം മാറ്റാൻ അതിന് ശേഷിയുള്ളത് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയും അതുപോലെ തന്നെ ഈ സംസ്ഥാനത്തിന്റെ എക്സൈസ് വകുപ്പ് കൈയാളുന്ന CMB രാജേഷുമാണ്. അപ്പൊ ഒരു സംശയവും വേണ്ട, ഈ പണം, ഈ 25 കോടി രൂപ, ഈ അഴിമതി പണം ഒന്നുകിൽ ഇടതുമുന്നണിയിലേക്ക് പോകും, അതല്ല എങ്കിൽ മന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിയുമായി ബന്ധപ്പെട്ട ആളുകളോ അത് കളക്ട് ചെയ്യുമ്പോൾ. അതാണല്ലോ ഏതായാലും അനുമോൻ പറഞ്ഞിരിക്കുന്ന, അനുമോന് വേണ്ടിയല്ല, അനുമോൻ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു, ഇതൊക്കെ കൊടുത്തുവെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുകയുള്ളൂ. എന്താണ് കാര്യം? നമുക്കറിയാം, ഇപ്പൊ ഡ്രൈ ഡേ, ഗാന്ധി ജയന്തി ദിനം, വിഷു, ഈസ്റ്റർ, ഓണം, അങ്ങനെ ഒരു എത്രയോ എണ്ണപ്പെട്ട ദിവസങ്ങൾ, പിന്നെ എല്ലാ മാസവും 1-ാം തീയതി, ഇതാണ് ഡ്രൈ ഡേ. അപ്പോ ആ ഡ്രൈ ഡേയിൽ പോലും മദ്യം വിൽക്കുന്നതിന് വേണ്ടി ഓരോ ബാർ ഉടമയും 2.5 ലക്ഷം രൂപ അല്ലെങ്കിൽ 2.5 ലക്ഷം രൂപ വീതം കോഴ കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 1000-ഓളം ബാറുകൾ തുറക്കാൻ വേണ്ടി ഇവർ മേടിച്ചിരിക്കുന്ന തുക എത്രയായിരിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കുക. ഈ 4, 5, 8, 10 ദിവസം, ഇല്ലേ 10, 20 ദിവസം, അല്ലെ എല്ലാ മാസത്തെ 1-ാം തീയതിയും ഈ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഉൾപ്പെടുന്ന ഈ ദിവസങ്ങളിൽ ഇത് തുറക്കുന്നതിന് വേണ്ടി ആ നയം മാറ്റുന്നതിന് 2.5 ലക്ഷം രൂപ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പുതുതായി തുറക്കുന്നതിന് എത്ര കോടിയുടെ ഇടപാടുകളാണ് ഈ നാട്ടിൽ നടന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പോ ഇന്നിപ്പം ബഹുമാനായ എക്സൈസ് വകുപ്പ് മന്ത്രി പറയുന്നത് DGPക്ക് ഞാൻ കത്ത് കൊടുത്തു. DGPക്ക് കത്ത് കൊടുത്തിട്ട് എന്താ കാര്യം? ഇത് ഇപ്പോ നമ്മൾ ഈ വർത്തമാന കാലഘട്ടത്തിൽ ചർച്ച ചെയ്യുന്നു. ഞങ്ങൾ അരവിന്ദ് കെജ്രിവാളും ഞങ്ങളൊക്കെ ഒരു മുന്നണിയിലുള്ള ആളുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ ഡൽഹിയിലുണ്ടായ പ്രശ്നം എന്താണ്? ഡൽഹിയിലെ നിലവിലുണ്ടായിരുന്ന മദ്യനയം മാറ്റത്തിന്റെ പേരിൽ 100 കോടി രൂപ കൈക്കൂലി വാങ്ങിയിരിക്കുന്നു എന്ന കേസിൽ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടക്കുന്ന 50 ദിവസം കിടന്നു. കഴിഞ്ഞ 5-ാം തീയതി അദ്ദേഹത്തിന് 25-ാം തീയതി അദ്ദേഹത്തിന് 5-ാം തീയതി ജാമ്യം കിട്ടുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അത് അന്വേഷിച്ചതുപോലെ ഒരു കേന്ദ്ര ഏജൻസി. സേനാപതി വേണു, അപ്പോൾ ഈ ആം ആദ്മി സർക്കാർ അങ്ങനെ മദ്യനയ അഴിമതി കേസിൽ അഴിമതി നടത്തിയിട്ടുണ്ട് എന്ന് കോൺഗ്രസ് സമ്മതിക്കുന്നുണ്ടല്ലേ? അല്ല, അത് കോൺഗ്രസ് ആണല്ലോ ഈ അഴിമതിയെ കുറിച്ച്. ഞാൻ പറഞ്ഞത് നമ്മുടെ വിഷയം അതല്ല, അഴിമതിയുടെ കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. കോൺഗ്രസിന്റെ ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആണ് ആദ്യമായിട്ട് പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നു എന്ന്. 2 കൊല്ലം ശേഷവും അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അല്ല, അതെ. അപ്പോ ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്തെന്ന് ചോദിച്ചാൽ, അതിനോട് താരതമ്യം പ്രാപിക്കുന്ന അല്ലെങ്കിൽ അതുമായി ചേർന്ന് പോകുന്ന ഒരു വലിയ അഴിമതിക്ക് ഉള്ള കളമൊരുക്കലാണ് ഇവിടെ. BJP ഉന്നയിക്കുന്ന പ്രധാന ആരോപണം അത് തന്നെയാണ്. ശ്രീ PR ശിവശങ്കർ, ഈ ഡൽഹി മോഡലാണ് കേരളത്തിലേക്ക് എത്തുന്നതെന്നാണ് ഇന്ന് BJP പ്രധാനമായിട്ടും ആരോപണം ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് അവിടെ നടന്നതെങ്കിൽ ഇവിടെയും മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടി തന്നെയാണ് ഇപ്രകാരം മദ്യനയത്തിൽ ഈ മറ്റ് ബാഹ്യ ഇടപെടൽ, വ്യക്തമായി പറഞ്ഞാൽ ബാർ ഉടമകളുടെ ഇടപെടൽ അല്ലെങ്കിൽ ബാർ മുതലാളിമാരുടെ ഇടപെടൽ ഉണ്ടാകുന്നത് എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷന്റെ ആരോപണം. അതെ, അത് പൂർണ്ണമായി ശരിയാണ്. എനിക്ക് തോന്നുന്നത് അവിടെ ഒരുപക്ഷെ എക്സൈസ് മന്ത്രി ഡൽഹിയിൽ ഈ എക്സൈസിന്റെ പോളിസി വ്യത്യാസങ്ങൾ വരുത്തിയത് ഡൽഹിയിൽ ഒരുപക്ഷെ അവിടുത്തെ എക്സൈസ് മന്ത്രി അറിഞ്ഞു കാണണം. ഇവിടെ രാജേഷ് അറിഞ്ഞു പോലും ഉണ്ടാവില്ല. അത് കാരണമായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. കാരണം ഇവിടെ എല്ലാ കാര്യം തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. അത് എക്സൈസ് മന്ത്രി അറിയണമെന്നില്ല. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ രാജേഷ് പറഞ്ഞ് ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന്. കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കാര്യം നിന്ന്. എനിക്ക് ഇതിലും പ്രധാനമായിട്ട് കോൺഗ്രസിന്റെ സേനാപതിയുടെ ഒരു എക്സ്പ്ലനേഷൻ കണ്ടപ്പോൾ എനിക്ക് ഒരു സംശയം, ചെറിയൊരു സംശയം ഉണ്ടായിരുന്നതേ മാറി. ഇത് ഡൽഹി മോഡൽ ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം അറിയാണ്ട് തന്നെ പറഞ്ഞു, ഇത് അതെ, അത് അവിടെ അഴിമതി നടന്നിരുന്നു, ഞങ്ങളാണ് ആദ്യം ആരോപിച്ചത്, ഇവിടെയും നിങ്ങളാണ് ആദ്യം വേണമെങ്കിൽ ആരോപണം ഉന്നയിച്ചത്, ആരോപണം ഉന്നയിച്ച് അന്വേഷണം വന്ന് അകത്തായി കഴിഞ്ഞാൽ സ്വന്തം സഖ്യകക്ഷിയാണ്. അപ്പൊ പറയും ഇതാ BJP സർക്കാർ, നരേന്ദ്രമോദി ഇതാ ശ്രീ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്ത് ജനാധിപത്യം തകർക്കാൻ നോക്കുന്നു, അതുപോലെ തന്നെ ഭരണഘടന തകർക്കാൻ നോക്കുന്നു എന്ന് അവർ പറയും. അപ്പോ സത്യത്തിൽ ഇത് ശ്രീ സേനാപതിയുടെ എല്ലാം ഇത്ര വളരെ മനോഹരമായി കാര്യം പറയുമ്പോഴും അദ്ദേഹത്തിന്റെ നേതൃത്വം ഇതിന് പുറകെ ഉറച്ചു നിൽക്കുമോ എന്നുള്ള പ്രധാന ചോദ്യം അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെയുണ്ട്. ഇന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വേണ്ടത്ര മൂർച്ചയില്ല, ആരോപണം
ആരോപണങ്ങൾക്ക് വേണ്ടത്ര ശക്തിയില്ല. ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ തന്നെ ഇത് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇത് തിരിച്ചു പറയേണ്ടി വരുമോ എന്നുള്ള ഭയം അദ്ദേഹത്തിന്റെ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് കോൺഗ്രസിനെ വിശ്വസിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് പോകാൻ പറ്റില്ല. പണ്ട് കോൺഗ്രസ് കുറച്ചു, ഇത്തരത്തിലുള്ള ബാറുകളുടെ എണ്ണം കുറച്ചു. ഇന്ന് ബാർ ഫോർ ഓൾ എന്നുള്ള ഒരു നയമാണ് ഇന്ന് CPM മുന്നോട്ട് വയ്ക്കുന്നത്. അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയാൻ പറ്റില്ല, കാരണം CPIക്ക് ഇതിനകത്ത് വല്ല റോളുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. കാരണം CPIയുടെ തന്നെ പല നേതാക്കളും, പ്രത്യേകിച്ച് ഇപ്പോ ഇടുക്കിയിലെ തന്നെ ശിവരാമനൊക്കെ പറയുന്നുണ്ട് ഇത് ശരിയായില്ല, ഇത്തരത്തിലുള്ള ഒരു ആരോപണം വന്നെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്നുവരെ CPIയുടെ ഈ ആരോപണം ഉന്നയിച്ച ആൾ ഉൾപ്പെടുന്ന ജില്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, അവിടുത്തെ ജില്ലാ ജനറൽ സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞു. ഇത് സൂചിപ്പിക്കുന്നത് സ്വന്തം മുന്നണിയിലെ ഒരു നേതാവിന് പോലും, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഖ്യകക്ഷിയുടെ നേതാവിന് പോലും ഈ ആരോപണത്തിൽ കഴമ്പുണ്ട് എന്ന് തോന്നണമെങ്കിൽ ഈ ആരോപണം എത്രത്തോളം ശക്തമായിരിക്കണം? ഈ അനിമോന്റെ ആരോപണവും ശബ്ദവും തന്നെ ആയിരുന്നല്ലോ പണ്ട് മാണിക്കെതിരെയുള്ള വലിയ ആരോപണ കേസിന്റെ തുടക്കമായി വന്നിരുന്നത്. അപ്പോ കഴിഞ്ഞ കുറെ നാളുകളായി CPM മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഈ ബാർ കോഴ അല്ലെങ്കിൽ ബാറിന്റെ ചില വ്യത്യാസങ്ങൾ, ഇപ്പൊ നമുക്കറിയാം ബാറിന്റെ കാര്യത്തിൽ 801 എന്ന് പറയുന്നു. എനിക്ക് തോന്നുന്ന സേനാപതി വിശ്വസിച്ചത് വരാൻ പോകുന്ന 100, 120 കേസ് എന്ന് കൂട്ടിയിട്ടായിരിക്കും അദ്ദേഹം 1000 എന്ന് പറഞ്ഞത്. ഇപ്പൊ ഏതായാലും 800 കേസ് നടക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഇത്തരത്തിൽ ബാറിൽ ഭയങ്കരമായി സെയിൽ കുറഞ്ഞു എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അത് എണ്ണം കൂടിയപ്പോൾ ഓരോരോ ബാറിനെ, കുടിയന്മാർക്ക് ഒരു പരിധിയില്ല കുടിക്കാൻ, അവരെ എത്ര കുടിച്ചാലും ബാറിന് ലാഭം വരുന്നില്ല. ഇപ്പൊ 1.5 ലക്ഷം 2 ലക്ഷം ഒക്കെ ആവുന്നു. അത് കാരണം ബാർ മുതലാളിമാർക്ക് നഷ്ടം വരുന്നു. അതുകൂടാണ്ട് കള്ള് ഇപ്പോൾ ബേവ്കോ വഴി വിൽക്കാൻ പോകുന്നു. ഇത്തരത്തിൽ ഈ കേരളത്തെ മദ്യത്തിൽ മുക്കുവാനുള്ള ഒരു രാഷ്ട്രീയമായ നടപടി, ജനങ്ങൾ വലിയ രീതിയിൽ അവരെ മദ്യപിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്ത് നടക്കുന്ന അഴിമതിക്കെതിരെയും ഇവിടെ നടക്കുന്ന വലിയ ഭരണരാഹിത്യത്തിനെതിരെയും അവരെ സമരം ചെയ്യിക്കാതെ, അവർക്കെതിരെ തിരിക്കാതെ ഈ മദ്യത്തെ മുക്കിക്കൊള്ളാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഒരാരോപണം. 2, എനിക്ക് തോന്നുന്നു മദ്യത്തെക്കാൾ കൂടുതൽ ഈ സർക്കാർ കൂടുതൽ ഇപ്പോൾ മയക്കുമരുന്ന് മാഫിയയുടെ പിടിയിലും കൂടെ ആണോ? അതുകൊണ്ടാണോ ഇപ്പൊ ചെറുപ്പക്കാരും യുവാക്കളും കൂടുതലായിട്ട് മദ്യത്തെയല്ല മയക്കുമരുന്നിനെ ആശ്രയിക്കുന്നത് കൊണ്ടും ഈ പറയുന്ന മദ്യത്തിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതും സംശയമുണ്ട്. അപ്പൊ ഇത്തരത്തിൽ മദ്യം കേരളത്തിലെ റെസ്റ്റോറന്റുകളിൽ കൊടുക്കാൻ പോകുന്നു, മാളുകളിൽ വിൽക്കാൻ പോകുന്നു. ഇത്തരത്തില് മദ്യം ഒരു സർവ്വ സ്ഥലത്തും എത്തിക്കുവാനുള്ള ഒരു ശ്രമം നടത്തുമ്പോൾ ഒരുപക്ഷെ അതിനെ തടുക്കുവാനായിട്ടുള്ള പണമായിരിക്കാം ഈ വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനുള്ള മറുപടി ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഇതിനുള്ള മറുപടി അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ തുടക്കത്തിൽ ശ്രീ സേനാപതി വേണു സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ പല ആവർത്തി ഇത് പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും ഇത് വിസ്മരിക്കാൻ കഴിയുന്നതല്ലാത്തത് കൊണ്ടാണ് ഈ പാടെ നിരോധിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു നടപടിയിലേക്ക് എത്തുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പ് നൽകി എല്ലാം ശരിയാക്കാം എന്ന വാഗ്ദാനത്തോടു കൂടിയാണ് 1ാം പിണറായി സർക്കാർ മുതൽ അധികാരത്തിലേറിയത്. എന്നിട്ട് ഇത്രയധികം മാറ്റങ്ങൾ മദ്യനയത്തിൽ ഉണ്ടായി, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ വരുന്ന പുതിയ ആരോപണം അത് പാർട്ടി എങ്ങനെയാണ് കാണുന്നത്? മദ്യവർജനവും മദ്യനിരോധനവും രണ്ടാണ്. ഞങ്ങൾ മദ്യനിരോധനത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല, മദ്യവർജനമാണ്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ ബഹുമാനപ്പെട്ട സേനാപതി വേണു പറഞ്ഞ 1-2 കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഞാൻ അനുവിന്റെ ചോദ്യത്തിലേക്ക് വരുന്നു. സേനാപതി വേണു പറഞ്ഞത് ശരിയാണ്. ഏറ്റവും കൂടുതൽ ആരോപണം വന്നത് ശ്രീ മാണി സാറിനെതിരെയാണ്. ഒരു ബാറിന് അന്ന് 700 ചില്ലാനം ബാറുണ്ട്, 1 കോടി രൂപ വെച്ച് 700 കോടി രൂപ എന്ന് അദ്ദേഹം ചോദിച്ചതായിട്ട് കുറെ പൈസ കൊടുക്കുകയും വീട്ടിൽ മിഷൻ ഉണ്ടായിരുന്നു അത് വെച്ച് ഇടുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാവുകയും, അതായിരുന്നില്ല മാണി സാറിനെതിരെ ആ ആരോപണം പുറത്തുവിടാനുള്ള മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. മാണി സാർ ഒരു MP ഉണ്ട്, ഞാൻ പേര് പറയുന്നില്ല, ഞങ്ങൾ രണ്ടുപേരും അന്ന് ചെയർമാൻമാരായിരുന്നു. അത് കോൺഫിഡൻഷ്യലായിട്ട് പറഞ്ഞാണ്. മാണി സാർ ഉൾപ്പെടെ MLA-മാരെന്ന് UDF-ൽ നിന്ന് മാറി LDF-ൽ വരുന്നു, മന്ത്രിസഭ മറിക്കാൻ ശ്രമിക്കുന്നു എന്നൊരു ബോധ്യം ഉമ്മൻചാണ്ടിക്ക് ലഭിച്ചു. അങ്ങനെ വന്നപ്പോൾ മാണി സാർ പോകാതിരിക്കാൻ ഉമ്മൻചാണ്ടി സാർ തന്നെയാണ് ഇത് ചെയ്തതെന്ന് അതിനുശേഷം മാണി സാർ തന്നെ തുറന്ന് പറഞ്ഞിട്ടുണ്ട്, ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, എനിക്കെതിരെ കോൺഗ്രസിലെ പ്രമുഖനാണ് ഇത് ചെയ്തത്. അങ്ങനെ ആരോപണം പുറത്തു വരികയും മാണി സാർ ഒരിക്കലും മുന്നണി വിട്ടു വന്നാൽ LDF എടുക്കരുത്, അതായിരുന്നു ആ മന്ത്രിസഭ എന്ന് പൊളിയുമായിരുന്നു. വളരെ കോൺഫിഡൻഷ്യലായിട്ട് ആ കാര്യങ്ങളിൽ ബന്ധപ്പെട്ട ഒരാളാണ് ഞാൻ. അതിലൊരാൾ ഇപ്പോൾ MP-യുമാണ്, ഞാൻ പേര് പറയുന്നു. അപ്പോൾ ആ ഒരു മന്ത്രിസഭ അറിയാതിരിക്കാൻ മാണി സാർ പോകാതിരിക്കാനും അന്നത്തെ കേവല ഭൂരിപക്ഷമുള്ള ഗവൺമെന്റ് ആയിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒന്നത്. 2, മാണി സാർ ഇങ്ങനെ ഒരു ആരോപണമായിട്ട് വന്നപ്പോൾ അതിനന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ വന്നപ്പോൾ ഉമ്മൻചാണ്ടി ഒരു കാര്യം തീരുമാനിച്ചെന്താ, ഇനി ബാറുകളെല്ലാം നിരോധിക്കുക, ബാറുകളെല്ലാം എല്ലാ ലൈസൻസും ക്യാൻസൽ ചെയ്യുക. അതവിടെ നിൽക്കട്ടെ, അതൊരു കാര്യം. പിന്നെ
1996 കേരളത്തിൽ ചാരായം നിരോധിക്കുന്നത്. അത് ആന്റണി ആയിരുന്നു. 96 തെരഞ്ഞെടുപ്പിൽ തന്നെ ഇടതുപക്ഷം വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നു. ആന്റണി അത് കുറച്ചു നാളെ മുഖ്യമന്ത്രിയായിട്ട് വന്നു. 2003 ഡ്രൈ ഡേ പ്രഖ്യാപിക്കുന്നത്. അതും ശ്രീ എ കെ ആന്റണി ആയിരുന്നു. ഡ്രൈ ഡേ എന്ന് പറയുന്നത് സ്ഥാനാപതി വീട് പറഞ്ഞവരല്ല, എല്ലാ ഇംഗ്ലീഷ് മാസം 1-ാം തീയതി, പിന്നെ 4 ദിവസമേ ഉള്ളൂ. മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും ജനിച്ച് മരിച്ച ദിവസം, ഇത്രയുമാണ് ഡ്രൈ ഡേ. അത് ഈ 4 ദിവസം പണ്ടും അവധിയായിരുന്നു. അഡീഷണൽ ആയിട്ട് 12 ദിവസമേ വന്നുള്ളൂ. 12 ഇംഗ്ലീഷ് മാസങ്ങളിൽ 1-ാം തീയതി ഡ്രൈ ഡേ അങ്ങനെ വരും. ഈ ഡ്രൈ ഡേ അത് രണ്ടും കേരളം കണ്ട മുഖ്യമന്ത്രി വെച്ച്, കോൺഗ്രസിന് നല്ല മുഖ്യമന്ത്രിയാരായിരുന്നു കരുണാകരൻ, ഉമ്മൻചാണ്ടിക്കാരനും എനിക്കെതിരൊന്നുമില്ല. പക്ഷേ കേരളം കണ്ട മുഖ്യമന്ത്രികൾ വെച്ച് ഏറ്റവും തുഗ്ലക്കിന്റെ ഭരണപരിഷ്കാരം നടപ്പിലാക്കിയ ഒരു മുഖ്യമന്ത്രിയായിരുന്നു ശ്രീ ആന്റണി. ഈ 2 കാര്യം, കേരളത്തിലെ അബ്കാരി കോൺട്രാക്ടർമാര് ഏറ്റവും വലിയ കോടീശ്വരന്മാരായിട്ട് മാറിയത് ആന്റണിയുടെ ചാരായ നിരോധനത്തിന് ശേഷം. അന്ന് എന്റെ താലൂക്കിൽ തന്നെ, കരുനാഗപ്പള്ളി താലൂക്കിൽ ഒരു ബാറാവുണ്ട്. അന്ന് ബാർ മുതലാളി തന്നെ പറയുമായിരുന്നു, നഷ്ടമാണ്, നടത്തി കഴിഞ്ഞ് 10-15 ഒരു ദിവസം കച്ചവടം നടത്തുന്നത്. ചാരായ നിരോധിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ 1 ലക്ഷം, 1.5 ലക്ഷം, 4 ലക്ഷം, 5 ലക്ഷം വരെ കച്ചവടം നടക്കുന്ന ബാറുകളുണ്ടായി. കാര്യം പാവപ്പെട്ടവരെല്ലാം ബാറിലേക്ക് പോയി തുടങ്ങി. അതായിരുന്നു ഏറ്റവും തെറ്റായ ഒരു നിയമം, ചാരായ നിരോധനം. അതവിടെ നിൽക്കട്ടെ. അതിനുശേഷം കഴിഞ്ഞ ഗവൺമെന്റ്, UDF ഗവൺമെന്റ് ഇരിക്കുമ്പോൾ ശ്രീ MM ഹസൻ അബ്കാരി ഉപസമിതിയുടെ കൺവീനർ ആയിരുന്നു. ഞാൻ അതിൽ തങ്ങമായിരുന്നു, ആലോചനകളൊക്കെ തങ്ങമായിരുന്നു. അപ്പൊ അന്ന് ഒരു പോളിസി ഉണ്ടാക്കിയിരുന്നു. ഈ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഒരു വിവാഹം കഴിയുമ്പോഴതിന് മുമ്പ് തന്നെ കുഞ്ഞിന്റെ ജാതകം എഴുതിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ നടക്കുന്നത്. ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ച് ഒരു കാര്യം തീരുമാനമെടുക്കണമെന്നുണ്ടെങ്കിൽ നയപരമായ കാര്യങ്ങൾ ആദ്യം LDF തീരുമാനിക്കുകയും അതിനുശേഷം അത് ക്യാബിനറ്റ് ചർച്ച ചെയ്ത് ക്യാബിനറ്റ് തീരുമാനിക്കുകയും ചെയ്താണ് അത് ഇംപ്ലിമെന്റ് ചെയ്തത്. ഇവിടെ ഇടതുപക്ഷ മുന്നണിയിൽ ഈ 2021 വന്ന ഇടതുപക്ഷ മുന്നണിയിൽ ഇങ്ങനെ ഒരു മദ്യനയത്തെക്കുറിച്ച് തീരുമാനിച്ചിട്ടുണ്ട്. സബ് കമ്മിറ്റി ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. സബ് കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കാൻ പോകും. അത് LDF ചർച്ച ചെയ്യണം. ഞാനൊന്ന് ഇടപെട്ടോട്ടെ. ഈ ഒരു വിഷയം താങ്കൾ ഇപ്പോൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഈ LDF എന്തായാലും ഈ ഒരു വിഷയം പരിഗണിച്ചിട്ടില്ല. ശരി, അതിനു മുമ്പ് ഘടകകക്ഷികളെ സ്വാധീനിക്കാനുള്ള നീക്കമാണോ ഇതെന്നാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ ഒരു ആരോപണം കൂടി വരുന്നുണ്ട്. ഇല്ല, ഇടതുപക്ഷ മുന്നണിയുടെ മാനിഫെസ്റ്റോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പുതിയ മദ്യനയം കൊണ്ടുവരും, ഞങ്ങൾ മദ്യനയം ആവിഷ്കരിക്കുമെന്ന് 2021 ഇലക്ഷൻ മാനിഫെസ്റ്റോ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് മദ്യവർജനം. മദ്യ നിരോധനമല്ല, മദ്യവർജനം. മദ്യം കൊണ്ടുവരുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ മാനിഫെസ്റ്റോയിലുള്ളതാണ്. അത് ഇടതുമുന്നണി ചർച്ച ചെയ്യണം, ക്യാബിനറ്റിൽ വരണം. പാർട്ടി ചെറുതോ വലുതോ എന്തോ ആയിരുന്നു LDF ചർച്ച ചെയ്യും. പാർട്ടിയുടെ സ്വീകാര്യത വലിപ്പച്ചെറുപ്പോട് നോക്കാറില്ല. കൊച്ചു പാർട്ടി, MLA ഇല്ലാത്ത പാർട്ടികൾ പോലും LDF-ലുണ്ട്. അവർ ചർച്ച ചെയ്യും. ചർച്ച ചെയ്തതിനു ശേഷം ക്യാബിനറ്റിൽ വന്ന് അംഗീകരിക്കും. ഇത് LDF ചർച്ച ചെയ്തില്ല, ക്യാബിനറ്റ് അംഗീകരിച്ചില്ല. പത്രങ്ങളിൽ കുറെ വാർത്ത വരുന്നു, പുതിയ നയം വരുന്നു, സമയം മാറ്റുന്നു. പിന്നെ IT പാർക്കുകളിൽ മദ്യം കൊടുക്കണം എന്നുള്ള കേരളത്തിൽ മാത്രമല്ല, ഇവിടെ PR-ന്റെ പാർട്ടി ആയിരുന്നല്ലോ കർണാടകത്തിൽ ഭരിച്ച ഇതുവരെ. അവിടെ IT പാർക്കിലെല്ലാം ഈ മദ്യം അനുവദിച്ചിട്ടുണ്ട്. പിന്നെ ഈ ടൂറിസ്റ്റ് സെന്ററിൽ മദ്യം അനുവദിച്ചിട്ടുണ്ട്. എനിക്ക് ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളോ, ഞാൻ നിരവധി വിദേശ രാജ്യങ്ങൾ യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യമാണ് ഇന്തോനേഷ്യ. 25 കോടി മുസ്ലിങ്ങളാണ്, 3 കോടി ക്രിസ്ത്യാനികൾ, 50 ലക്ഷമുള്ള ഹിന്ദുക്കൾ. അവിടെ ബാലി എന്ന സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ വഴുതുകളെ മദ്യഷാപ്പുകളുണ്ട്. എന്തിനാ കൊടുത്തേക്കുന്നത്? ടൂറിസ്റ്റുകളെ അവിടെ വന്ന് യഥേഷ്ടം അവർക്ക് മദ്യവും മറ്റു കാര്യങ്ങൾ കഴിക്കാനാണ്. തായ്ലാൻഡിൽ ചെന്നാൽ ബീച്ച് തോറും കപ്പലണ്ടി കടയായിട്ട് പിള്ളേർ അടക്കുന്ന പോലെ പെട്ടിക്കകത്ത് മദ്യമായിട്ട് അടക്കുക. ഞാൻ ചോദിച്ചാൽ എന്താ ഇവിടെ ഇങ്ങനെ ഗവൺമെന്റ് ലൈസൻസ് കൊടുത്തേക്കാണ്. അപ്പൊ ടൂറിസ്റ്റ് സെന്ററുകളിൽ കേരളത്തിലേക്ക് ടൂറിസ്റ്റുകൾ വരാത്തതിന്റെ ഒരു അന്ന് നമുക്കറിയാം, ഈ മദ്യം നിരോധിച്ചപ്പോൾ അന്ന് ഇവിടുത്തെ ടൂറിസ്റ്റ് ഓപ്പറേറ്റേഴ്സ് പറഞ്ഞാണ് കോടിക്കണക്കിന് രൂപയാണ് കേരളത്തിന് നഷ്ടമുണ്ടായത്. കാര്യം മറ്റ് ടൂറിസ്റ്റുകൾ ഇവിടെ വരാതിരുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ വലിയ വലിയ ഹോട്ടലുകൾ വെച്ചിരുന്ന പരിപാടികൾ ക്യാൻസൽ ചെയ്തു. വളരെ കൂടുതൽ സാമ്പത്തിക നഷ്ടമുണ്ടായി. അത് KM മാണി ഒതുക്കാൻ വേണ്ടി ശ്രീ ഉമ്മൻചാണ്ടിയും VM സുധീരനും തമ്മിലുള്ള ഈഗോ ക്ലാഷിന്റെ ഫലമായിരുന്നു ആ ബാർക്കോഴ കേസ്. അത് ഇടതുപക്ഷം കൊണ്ടുവന്നതല്ല. അത് മാണി സാറിനെതിരെ ഉമ്മൻചാണ്ടിയും VM സുധീരനും സമരവും നിയമസഭാ കയ്യാങ്കളിയും ഒക്കെ ജനങ്ങൾ ഇപ്പോഴും പറഞ്ഞിട്ടില്ല. അല്ല, അത് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. സെക്രട്ടേറിയറ്റ് വളരെ സോളാറുമായി ബന്ധപ്പെട്ട സമരമില്ല. അത് ആ സമരം അല്ലല്ലോ, അത് നടന്നതല്ലല്ലോ ഈ സംഭവം എന്ന് പറയുന്നത്. അപ്പൊ ഇത് തീർച്ചയായിട്ടും ഞങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. ഇത് ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല. അതിലൊന്ന് ഡ്രൈ ഡേ, ഒരു വർഷത്തിൽ 12 ദിവസമാണ് ആ രീതിയിൽ വരുന്നത്. ആ 12 ഡ്രൈ ഡേ, ബാക്കി 4 ഡ്രൈ ഡേ അതിൽ വരുന്നതാണ് നേരത്തെ ഉള്ള. ആ 12 ഡ്രൈ ഡേകൾ പിന്മാറ്റണമെന്ന് പലരും ആവശ്യപ്പെടുന്നതാണ്. അത് UDF-ന്റെ കാലത്തും അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശ്രീ ആന്റണിയാണ് അത് കൊണ്ടുവന്നെങ്കിലും അത് മാറ്റണമെന്ന് ഉമ്മൻചാണ്ടിയുടെ സമയത്തും ആ പോളിസി എന്റെ ഇരിപ്പുണ്ട്. ഞങ്ങൾ തയ്യാറാക്കിയതാണ് ആ പോളിസി, എന്റെ ഇരിപ്പുണ്ട്, ഞാൻ തയ്യാറാക്കിയ പോളിസി. അന്നും പറഞ്ഞാണ് ഈ ഡ്രൈ ഡേ മാറ്റണം. കാരണം ഡ്രൈ ഡേ കൊണ്ട് നഷ്ടമാണ് ഗവൺമെന്റ് മാത്രമല്ല, വന്നുകൊണ്ടാണ് ജനങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ടായത്. ശ്രീ PR ശിവശങ്കർ, ഈ 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഈ മാനിഫെസ്റ്റോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ മദ്യനയം വരുമെന്ന്. അപ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ പ്രതീക്ഷിക്കണം എന്നാണ് പറയുന്നത്.
അതെ, പുതിയ മദ്യനയം വരും എന്നാണ് പറഞ്ഞിരുന്നത്. അതായത് പുതിയ മദ്യനയം ഇങ്ങനെ ജനങ്ങളെ മദ്യപിപ്പിച്ച് ഉന്മത്തരാക്കി നിർത്തും എന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചതെന്നാണ് ഇപ്പോഴാണ് കാര്യങ്ങൾ ജനക്ക് മനസ്സിലായത്. അവർ വരും, എല്ലാം ശരിയാകും എന്നുള്ള ഉത്തരവും അതിലുണ്ടായിരുന്നു. ഇപ്പോൾ മദ്യനയം ഇങ്ങനെയാണ് ശരിയാക്കുക എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ജനങ്ങൾക്കും മനസ്സിലാക്കി തുടങ്ങിയത്. എനിക്ക് ശ്രീ ബൽദേവ് പറഞ്ഞതില് ചില കാര്യങ്ങൾ ജനങ്ങൾക്കും മനസ്സിലാകാണ്ട് എനിക്കും ക്ലാരിഫിക്കേഷൻ കിട്ടാണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹം പറഞ്ഞു വന്നത് ചാരായ നിരോധനം കേരളത്തെ വല്ലാണ്ട് പുറകോട്ടടിച്ചു, അല്ലെങ്കിൽ മദ്യപന്മാർക്ക് അല്ലെങ്കിൽ സാധാരണ മനുഷ്യർക്ക് കൂടെ നഷ്ടം വരുത്തുന്നു, അവരുടെ സാമ്പത്തികമായി ബാർ മുതലാളിമാർക്ക് ലാഭകരമായ തീരുമാനമായിരുന്നു. അങ്ങനെയെങ്കിൽ ഇതാണ് അഭിപ്രായമെങ്കിൽ അദ്ദേഹം അതിന്റെ കമ്മിറ്റിയിലെ ചെയർമാനും ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തിന് പറയാമല്ലോ, ഈ LDF അധികാരത്തിൽ വന്നാൽ ചാരായം നിരോധനം മാറ്റിയിട്ട് ഇനി ചാരായം ഞങ്ങൾ സുലഭമായി കൊടുക്കും, അത് ഇവിടുത്തെ യുവാക്കൾക്കും അതുപോലെ തന്നെ തൊഴിലാളികൾക്കും വളരെ അത്യന്താപേക്ഷിതമായ, അദ്ദേഹത്തിന്റെ തന്നെ മറ്റൊരു നേതാവ് പറഞ്ഞതുപോലെ ചില പാനീയത്തിൽ അത് പ്രോട്ടീനും ഒക്കെ ഉള്ളതാണ് എന്നുപോലെ ചാരായവും പ്രോട്ടീൻ ഉള്ളതാണ് അല്ലെങ്കിൽ വളരെ ഗുണകരമാണ് എന്ന് ബൽദേവ് പറയട്ടെ, വളരെ സന്തോഷം, അതും ജനങ്ങൾക്ക് മനസ്സിലാക്കട്ടെ എന്നുള്ളതാണ്. രണ്ട്, അദ്ദേഹം പറഞ്ഞതുപോലെ LDF ചർച്ച ചെയ്തിട്ടാണ് CPM അല്ലെങ്കിൽ കേരളത്തിലെ ഗവൺമെന്റും സർക്കാർ തീരുമാനങ്ങളൊക്കെ നടക്കുന്നതെന്ന് ജനൻ ടിവിയിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പാവങ്ങൾ കേട്ടേക്കും. പക്ഷേ LDF തന്നെ മന്ത്രിമാര് ഇത് വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല. LDF തന്നെ പല മന്ത്രിമാരുടെയും ഇലക്ട്രിസിറ്റി ബോർഡിൽ നടക്കുന്ന കാര്യം ഇലക്ട്രിസിറ്റി മന്ത്രി അറിയുന്നില്ല എന്ന് അദ്ദേഹം പലതവണ പറഞ്ഞതാണ്. നേരത്തെ ഒരു ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞതിന് CITU നേതാവ് അദ്ദേഹത്തിനെതിരെ പറഞ്ഞ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വിഷമിച്ചു പോകും അത്തരത്തിൽ. അപ്പൊ CPI-യെയും അതുപോലെ ഘടകകക്ഷികളെയും ഇവിടുത്തെ CPM മുഖ്യമന്ത്രിയും മന്ത്രിമാരും അതുപോലെ തന്നെ നേതാക്കളും CITU എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണമെന്ന് നമുക്കറിയാം. എനിക്ക് മറ്റൊരു കാര്യം കൂടി ഇതിൽ സൂചിപ്പിക്കാനുള്ളത്, ഞാൻ മനസ്സിലാക്കുന്നത് ഇത് കോഴ കൊടുക്കുന്നത് പുതിയ ഹോട്ടലുകൾ കൊടുക്കുവാനും അത്തരം ആരോപണം മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ഈ പുതിയ ബാറുകൾ, ഒരുപാട് ബാറുകൾ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സിനും ഇത്തരത്തിൽ മദ്യത്തിന് വിളമ്പാനുള്ള ലൈസൻസ് ഞങ്ങൾ നൽകും നിങ്ങൾ ഈ പണം നൽകിയില്ലെങ്കിൽ എന്ന ഭീഷണി ഒന്ന് ഉണ്ട്. രണ്ട്, കള്ള് അതുപോലെ ടൊടി, ആ കള്ള് അത് ബേവ്കോ വഴിയും അതുപോലെ തന്നെ മറ്റുള്ള വഴിയും കൊടുക്കും, അങ്ങനെ നിങ്ങളുടെ വരുമാനം ഞങ്ങൾ വീണ്ടും കുറയ്ക്കും എന്നുള്ള ആരോപണമുണ്ട്. സ്റ്റാർ ഇല്ലാണ്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇന്നത്തെ ബാർ മുതലാളിമാർക്ക് ഇതിൽ വലിയ നഷ്ടം വരും, അത്തരത്തിലുള്ള ഒരു ആരോപണമുണ്ട്. അതിനു വേണ്ടിയിട്ട് അതിന്റെ കൂടെയാണ് ഡ്രൈ ഡേ കുറയ്ക്കുമെന്നുള്ള ആരോപണമൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് നിങ്ങളുടെ വരുമാനം ഞങ്ങൾ കുറയ്ക്കുമെന്നുള്ള ഭീഷണിയുടെ ഭാഗമായിട്ട് കൂടി വേണം ഈ ആരോപണത്തെ കാണാൻ, ഈ പണം വാങ്ങിക്കുന്നത് കാണാൻ എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോ ഈ ആരോപണങ്ങളെല്ലാം, ഈ പണങ്ങൾ മേടിക്കുന്നതെല്ലാം എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും കേരളത്തിലെ ഒരു നേതാവ് വിശ്വസിക്കും, അല്ലെങ്കിൽ സാധാരണക്കാരൻ വിശ്വസിക്കും. AKG സെന്ററിലേക്ക് പണം വേണ്ട എന്ന് പറയുന്നു, അങ്ങനെയുള്ള ഗോവിന്ദൻ പറഞ്ഞത്. CPM നേതാക്കൾക്ക് അല്ലെങ്കിൽ AKG സെന്ററിലേക്ക് പണം വേണ്ട, ഞങ്ങൾക്ക് പണം വേണ്ട, പക്ഷെ നിർബന്ധിച്ചുകൊണ്ട് ഈ കേരളത്തിലെ ബാർ മുതലാളിമാര് അവർ പണമായിട്ട് ഓരോ നേതാക്കളുടെയും പുറകെ നടക്കുകയാണ്. ദയവായിട്ട് മേടിക്കൂ, ഈ പണം മേടിക്കൂ, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്നും ചെയ്തു തരണ്ട, ഒരു ത്യാഗവും നിങ്ങൾ ചെയ്യേണ്ട, ഒരു ഭരണത്തിൽ ഒരു മാറ്റവും വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കഷ്ടപ്പെട്ട് ഈ പണം മേടിപ്പിക്കാനായിട്ട് പുറകെ നടക്കുന്നു എന്ന് ആരെങ്കിലും വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത് CPM കാര്യം. കോൺഗ്രസ് ആണ് ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും വിഷമകരമായ സാഹചര്യത്തിൽ വരുന്നത്. ഇവർക്ക് ജനങ്ങളുടെ മുൻപിൽ ഈ അഴിമതിക്ക് വേണ്ടിയിട്ട്, ഈ അഴിമതിക്കെതിരെ ശക്തമായി നിലകൊള്ളുവാൻ പറ്റില്ല എന്ന് തെളിയിക്കുകയാണ് ഓരോ ദിവസവും. അതിപ്പോ ഇവരുടെ വാക്കുകൾ തന്നെയുണ്ട്. ഡൽഹി ബേസിൽ ഇവർ തുടങ്ങി വെച്ച ആരോപണം, ഇവർ തന്നെ മുന്നോട്ട് വെച്ച ആരോപണം, നാളെ ഇത് മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം വന്നാൽ, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു CBI അന്വേഷണമോ ഈ അന്വേഷണം വേറൊരു ഗതിയിലേക്ക് വന്നാൽ തീർച്ചയായും ഈ കോൺഗ്രസിന് ഇന്ന് മുഖ്യമന്ത്രിയെ സംരക്ഷിക്കേണ്ടി വരുമെന്നുള്ളൊരു സംശയമില്ലല്ലോ. കേജ്രിവാളിന്റെ കൂടെ എങ്ങനെയാണോ നിൽക്കുന്നത് അതേപോലെ തന്നെ സേനാപതിക്കും അതുപോലെ തന്നെ ശ്രീ VD സതീശനും എല്ലാം മാറേണ്ടി വരും. അതുകൊണ്ട് ഈ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉണ്ടായാൽ അന്വേഷിക്കേണ്ടത് കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കുവാൻ CPM തയ്യാറാകുമോ എന്നുള്ളതാണ് പ്രശ്നം. കാരണം CPM കീഴെ അല്ലെങ്കിൽ മനോജ് എബ്രഹാമോ, പണ്ടാണെങ്കിൽ തച്ചങ്കരിയെ കൊണ്ട് അന്വേഷിപ്പിച്ചേനെ ഇവര് ഈ അന്വേഷണം മുഴുവൻ. അതുകൊണ്ട് ഇങ്ങനെയുള്ള പോലീസ് ഓഫീസർമാരെ വെച്ച് അന്വേഷിച്ചത് കൊണ്ട് ഇതിന്റെ അന്വേഷണം എങ്ങും എത്താൻ പോകുന്നില്ല. ഒരു കാര്യമായ ഒരു അന്വേഷണം വേണമെങ്കിൽ തീർച്ചയായും CBI അന്വേഷണം വേണം. അതിന് സംസ്ഥാനത്തെ കോൺഗ്രസോ അല്ലെങ്കിൽ മിനിമം ഇവിടെ വെച്ച് സേനാപതി വേണുവോ അത് തയ്യാറാണോ? ഈ അന്വേഷണം കേന്ദ്ര ഏജൻസികളെ ഏൽപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വലിയ ആരോപണം, ഞാൻ തീർച്ചയായിട്ടും പറയുന്നു, ഇപ്പൊ അദ്ദേഹം കൂടെ കേട്ടതാണ്, മറ്റ് ജില്ലകളിലും ഇത് ഒരു ജില്ലയിലെ ഒരു നേതാവിന്റെ ആരോപണം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ശബ്ദരേഖ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. എല്ലായിടത്തുനിന്നും ഇത്തരത്തിലുള്ള ആരോപണങ്ങളുണ്ട്, അവരുടെ ഉണ്ട്. അന്വേഷണം വന്നാൽ ഈ സാധനങ്ങളൊക്കെ പുറത്തേക്ക് വരും. ഈ വെല്ലുവിളി എങ്ങനെയാണ് കോൺഗ്രസ് കാണുന്നത് എന്ന് ചോദിക്കാം.